ഈ വർഷം +2 എക്സാം എഴുതുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ അപേക്ഷിക്കാവുന്ന മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ ഒരു ഏകദേശ ഐഡിയ. അതിൽ ചില പ്രോഗ്രാമുകളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്, മറ്റു ചിലതിൻ്റെ ഇത് കഴിയാനുണ്ട്. അപ്പോൾ ചില കുട്ടികൾ ഹോസ്റ്റലിലൊക്കെയാണ്, അപ്പോൾ അവർ ഇത് അറിയാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചില കോഴ്സുകൾ വന്നതും രജിസ്ട്രേഷൻ നടക്കുന്നതൊന്നും ചില കുട്ടികൾ അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇടുന്നത് മാർച്ച് 23, 2024 ഈ ഡേറ്റ് വരെ, മാർച്ച് 23 വരെയുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അതുവരെയുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഈ വീഡിയോ. അതിൽ ഒന്ന് ജെയുടെ സെഷൻ 2, ഇതൊക്കെ രജിസ്ട്രേഷൻ ഓവറാണ്. ജെയുടെ സെഷൻ 2ന്റെ രജിസ്ട്രേഷൻ ഓവറാണ്, കഴിഞ്ഞു. ഇനി അതിൽ നമുക്ക് ചെയ്യാനൊന്നുമില്ല. നീറ്റിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, അതിന്റെ കറക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽ കമ്മ്യൂണിറ്റിയിൽ ഇടാം. അപ്പോൾ ഇത് രണ്ടും നമുക്കിപ്പോൾ ബാധകമല്ല, കഴിഞ്ഞു. ഇനി CUET-യുടേതാണെങ്കിൽ രജിസ്ട്രേഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. മാർച്ച് 26 രാത്രി 11:50 വരെ. CUET-യുടെ രജിസ്ട്രേഷൻ മാർച്ച് 26 രാത്രി 11:50 വരെ ബാക്കിയുണ്ട്. അപ്പോൾ CUET-യുടെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഇതിൽ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കമ്മ്യൂണിറ്റിയിൽ ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് CUET അപ്ലൈ ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽ ആരൊക്കെ ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ അപേക്ഷിക്കേണ്ടവർക്ക് അപേക്ഷിക്കാം. നേറ്റാടേത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കിടെക്ചർ കോഴ്സിന്റെ നാറ്റ എക്സാമിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എയിംസിൻ്റെത് ഏപ്രിൽ 12 വരെ. എയിംസ് BSc നഴ്സിംഗ്, അതേപോലെ എയിംസിന്റെ പാരാമെഡിക്കൽ കോഴ്സ് ഒക്കെ ഏപ്രിൽ 12 വരെ രജിസ്ട്രേഷൻ പറ്റും. ഐഷ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ BSLP കോഴ്സിന്റെ രജിസ്ട്രേഷൻ മെയ് 19 വരെ അവൈലബിൾ ആണ്. കീമിൻ്റെത് ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. എക്സാമിന്റെ ഡേറ്റ് വന്നു എന്നല്ലാതെ മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെയും ഒരു ഇൻഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. ഐസറിൻ്റെത് മെയ് 13 വരെ. ഐസറിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റ്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് മെയ് 13 വരെ രജിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ നെസ്റ്റ് എക്സാം, നെസ്റ്റിൻ്റെത് വെയിറ്റിംഗ് ആണ്. നെസ്റ്റിൻ്റെ സൈറ്റിൽ നെസ്റ്റ് എക്സാമിൻ്റെത് മാർച്ച് 20 തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ സൈറ്റ് പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്യുന്നില്ല. 20 തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും വന്നിട്ടില്ല. അപ്പോൾ അത് വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ഫൈനൽ വരുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽ ഇടാം. അതുപോലെ ഐക്കർ എക്സാം, ഐക്കറിന് എക്സാം ഇല്ല, CUET വഴിയാണ്. അപ്പോൾ ഐക്കറിൽ BSc അഗ്രികൾച്ചർ പോലുള്ള ഒരു കോഴ്സ് വേണ്ട കുട്ടിയും എന്ത് ചെയ്യണം, ഈ CUET എഴുതിയാൽ മതി. അപ്പോൾ CUET അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ഐക്കറിന് കൊടുത്താൽ മതി. ഇനി അങ്ങനെ കൊടുത്തിട്ടില്ലാത്തവർക്ക് കറക്ഷൻ ടൈമിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതിൽ ഇഷ്യൂ ഇല്ല. അത് ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു. ഓക്കെ, കുസാറ്റിന്റെ രജിസ്ട്രേഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്. അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. പിന്നെ ഫൈനോടുകൂടി രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇനി കേരള നേഴ്സിംഗിൻ്റെതാണ്, അതും ഈ പറഞ്ഞ പോലെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എക്സാം നടത്തില്ല എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തീരുമാനമുണ്ട്. പക്ഷേ നേഴ്സിംഗ് കൗൺസിലിൻ്റെ റിപ്ലൈ വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്നും വരാത്തത് കൊണ്ട് അതും നമുക്ക് വെയിറ്റിംഗ് എന്ന് കരുതാം. ഇനിയുള്ളത് മിലിറ്ററി നേഴ്സിംഗ് സർവീസാണ്. അത് നീറ്റ് വഴിയാണ്. നീറ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമുള്ളതാണ്. അതിന് എക്സാം ഇല്ല, നീറ്റ് എക്സാം തന്നെയാണ്. പിന്നെയുള്ളത് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയാണ്. അത് മെയ് 10 വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷന് സമയമുണ്ട്. അപ്പോൾ നിലവിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് CUET-ക്ക് പറ്റും, നാറ്റ ചെയ്യണമെങ്കിൽ പറ്റും, എയിംസിന്റെ കോഴ്സുകൾ പറ്റും, അതായത് BSc നഴ്സിംഗും പാരാമെഡിക്കലും, ഐഷ് കോഴ്സ് പറ്റും, ഐസർ രജിസ്റ്റർ ചെയ്യാം, പിന്നെ ഐക്കർ CUET-യിൽ തന്നെ ചെയ്യാം. പിന്നെയുള്ളത് NFSU നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇങ്ങനെ കുറേ കോഴ്സുകൾ ഇപ്പോഴും രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ MBBS പ്രതീക്ഷിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു എക്സാം വേണമെങ്കിൽ അപ്ലൈ ചെയ്തെടുക്കാം. ഇനി വെയിറ്റിംഗ് ആയിരിക്കുന്നതും അതുപോലെ ഇതിൽ ഈ പറഞ്ഞ കോഴ്സുകളിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു പോയതിൻ്റെ എക്സാം ഡീറ്റെയിൽ വരാനുണ്ട്, അപ്ഡേറ്റുകൾ വരാനുണ്ട്. ഇപ്പം നിലവിൽ ഈ 23 വരെ എന്തൊക്കെ രജിസ്ട്രേഷൻ ബാക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട്, അപ്പോൾ ഏതെങ്കിലും രജിസ്ട്രേഷൻ ഞാൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേക്കുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ. ഞാൻ ഇതിലെല്ലാം പറഞ്ഞിട്ടില്ല. സാധാരണ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന എക്സാമുകൾ മാത്രം, അല്ലാതെ കുറച്ച് നമ്മളിപ്പോൾ ബിറ്റ്സ് വിലാനി അല്ലെങ്കിൽ ബിറ്റ്സാറ്റ് എക്സാമുകൾ അങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ച് ഞാൻ അങ്ങനെ കുറേ സാധനം ഞാൻ പറയാതെ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ CMC വെല്ലൂർ അതിൻ്റെ ഡേറ്റ് സൂൺ കഴിയുകയാണ്. അപ്പോൾ അതിലൊക്കെ സീറ്റുകൾ ഇപ്പോൾ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാ ഡീറ്റെയിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.